നമസ്കാരം. എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എന്നും പതിവ് പോലെ തന്നെ നിങ്ങളുടെ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം. നമുക്ക് കഴിഞ്ഞ 10 വർഷത്തെ ഒരു കാര്യം നമുക്ക് പരിശോധിക്കാം. കഴിഞ്ഞ 10 വർഷം, അതായത് 2026 പൂർണ്ണമായും 10 വർഷം എന്ന് പറയുന്ന ഒരു കണക്കിലേക്ക് എത്തുന്നത്. ഇനിയും ഏതാനും വളരെ കുറച്ച് കാലങ്ങൾ കൂടി മാത്രം ബാക്കി നിൽക്കുന്നു. എങ്കിലും നമുക്ക് 10 വർഷം എന്ന് കണക്ക് വെക്കാം. ഈ 10 വർഷം കൊണ്ട് ഒരു രാഷ്ട്രീയ കക്ഷി ഉയർന്നു വരിക എന്ന് പറയുന്നത് അവരുടെ ഒരു ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമാണ്. ഞാൻ പറയുന്നത് കോൺഗ്രസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ UDF എന്ന് പറയുന്ന മുന്നണിയെക്കുറിച്ചിട്ടാണ്. അവർക്ക് ഉയർന്നു വരേണ്ട സമയമായിരുന്നു. കാര്യം ഞങ്ങളിവിടെ ഉണ്ട്, ഞങ്ങൾക്ക് പലതും പ്രവർത്തിച്ച് കാണിക്കാൻ കഴിയും, സർക്കാരിനെതിരായി അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഗുണകരമായ രീതിയിൽ ഞങ്ങൾക്ക് നല്ല രീതിയിൽ പ്രവർത്തിച്ച് കാണിക്കാൻ കഴിയുമെന്ന് തെളിയിക്കേണ്ടിയിരുന്ന ഒരു 10 വർഷമാണ് കടന്നുപോയതെന്ന് പറയാം. ഒന്നാം തവണ ഭരണം നഷ്ടപ്പെട്ടു. 2016 ഭരണം നഷ്ടപ്പെടും. സ്വാഭാവികമായി കേരളം ഒരു ഭരണമാറ്റം പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു 2016. അതിനുശേഷം 21 വീണ്ടും കോൺഗ്രസിന് ഭരണം നഷ്ടപ്പെടുന്നു. പുനർവിചിന്തനത്തിനുള്ള ഒരു സമയമായിരുന്നു ശരിക്കും. പക്ഷേ പുനർവിചിന്തനം നടത്തിയോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. അങ്ങനെ 2021 ഭരണം നഷ്ടപ്പെട്ടപ്പോഴും കോൺഗ്രസ് പാഠം പഠിച്ചില്ല. കോൺഗ്രസ് വീണ്ടും അവരുടേതായ ശൈലിയിൽ തന്നെ മുന്നോട്ട് പോയി. ഈ വരുന്ന 2021 മുതൽ 26 വരെയുള്ള കാലഘട്ടത്തിൽ നമ്മൾ അത് മാത്രം എടുത്ത് പരിശോധിക്കാം. മറ്റേതൊരു ഭരണമാറ്റത്തിൻ്റെ ഭാഗമെന്നുള്ള നിലയിൽ മാത്രം കണ്ടുകൊണ്ട് അതിനെ മാറ്റി നിർത്താം. തുടർന്ന് 2021 മുതൽ 26 വരെയുള്ളൊരു കാലഘട്ടം കോൺഗ്രസ് പാർട്ടിയെ കൊണ്ട് ജനോപകാരപ്രദം എന്ന് പറയാൻ കഴിയുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുള്ളത് എന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെയും ചിന്തിച്ച് നോക്കണം. എന്തെങ്കിലും പരിപാടികൾ, അതായത് നമുക്കറിയാം ഇവർ തുടക്കം മുതൽ തന്നെ ചെക്ക് വെച്ചുകൊണ്ടിരുന്ന കേസുകളാണ്. വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട് അത് ഞങ്ങൾ നടത്തിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ അതിരൂപത നടത്തിയ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സമരത്തിനൊപ്പം കൂടി. അപ്പോഴും നമ്മൾ മറന്നുപോയ മറ്റൊരു കാര്യമുണ്ട്. ഇതേ വിഴിഞ്ഞം പോർട്ട് തന്നെ നടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് സമരം ചെയ്ത CPM-നെ നമ്മൾ മറന്നുപോയി, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ ഇടയ്ക്ക് ഒന്ന് മനസ്സിലാക്കാതെ പോയി എന്ന് പറയുന്നതാവും ശരി. അങ്ങനെ കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് വികസനം നടത്തുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഉമ്മൻചാണ്ടി സർക്കാർ എവിടെയൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ടോ അപ്പോൾ അവിടെ നിന്നുകൊണ്ട് നിങ്ങളത് ചെയ്യണം എന്ന് പറഞ്ഞ് കൊടുക്കുന്ന ഒരു സർക്കാരായിരുന്നു, അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷമായിരുന്നു 2016 വരെ ഉണ്ടായിരുന്നതെങ്കിൽ നേരെ മറിച്ച് സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന പല നടപടികളും ഇല്ലാതാക്കുന്ന ആൾക്കാരായി കോൺഗ്രസ് പാർട്ടി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. എന്നാൽ ലീഗിനൊന്നും ആ നടപടി ആ ഒരു പ്രശ്നമൊന്നുമില്ല കേട്ടോ. കോൺഗ്രസിന് മാത്രം, കോൺഗ്രസിലെ ചില നേതാക്കന്മാർക്ക് മാത്രം. ഉദാഹരണം പറഞ്ഞ VD സതീശനുണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്, പിന്നെ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട്, ഷാഫി പറമ്പിലുണ്ട്. ഇവർക്കൊക്കെ അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഇത് ആമുഖമായി പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കേരളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളം വിറങ്ങലിച്ചു പോയ ഒരുപാട് സാഹചര്യങ്ങളുണ്ടായിരുന്നു. അതിൽ ചില സാഹചര്യങ്ങൾ നമ്മൾ ഇതിനു മുമ്പ് പല വീഡിയോകളിലും സംസാരിച്ചിട്ടുമുണ്ട്. കാര്യം കോവിഡ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഉമ്മൻചാണ്ടി ഭരിക്കുന്ന ഒരു സമയമായിരുന്നു കോവിഡ് വന്നിരുന്നതെങ്കിൽ നമ്മളാരും ബാക്കി പോലും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ശരിക്കും ഇവിടുത്തെ കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം. ഒരുപക്ഷെ നമ്മൾ ബാക്കി ഉണ്ടായിരുന്നാലും അല്ലെങ്കിൽ രോഗം നമ്മളെ ബാധിച്ചില്ലെങ്കിൽ പോലും നമ്മൾ പട്ടിണി കിടന്ന് ചാവുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായേനെ. പക്ഷേ അവിടെ നിന്നെല്ലാം നമ്മൾ കരകയറി വന്നത് ഒരുപക്ഷെ ഒരു മികച്ച ഒരു മാനേജ്മെൻറ്റിൻ്റെ, ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഒരു ഗുണം കൊണ്ട് മാത്രമായിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. അത് നടത്തിയത് നമ്മുടെ സർക്കാരാണ്. അതായത് ഇടതുപക്ഷം ഭരിക്കുന്ന സർക്കാർ തന്നെയാണ് നമ്മളെ ആ നിലയിലേക്ക് ഒരു അതിജീവനത്തിൻ്റെ പാതയിലേക്ക് നമ്മളെ കൈപിടിച്ചുയർത്തിയത് എന്ന് പറയാതിരിക്കാൻ തരമില്ല. എന്നാൽ ഈ പറയുന്ന ഒരു ഡിസാസ്റ്ററുകൾ ഉണ്ടായ സമയത്തും ആ സാഹചര്യങ്ങളിൽ പോലും എന്തായിരുന്നു UDF അല്ലെങ്കിൽ UDF-ൻ്റെ എന്ന് പറയുന്ന യുവജന സംഘടനകൾ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിയുടെ യുവജന സംഘടനകൾ നമുക്കായി നൽകിയിട്ടുള്ളത്? എന്തെങ്കിലും നൽകിയിട്ടുണ്ടോ? ഈ ഭരണം ഇരിക്കുന്ന കാലഘട്ടത്തിൽ പോലും DYFI ചെയ്തുകൊണ്ടിരുന്ന, അതായത് CPM-ൻ്റെ യുവജന സംഘടന ചെയ്തുകൊണ്ടിരുന്നത് വീടുകളിൽ നിന്ന് ഭക്ഷണപ്പൊതികൾ സ്വീകരിച്ചുകൊണ്ട് മറ്റ് ആശുപത്രികളിലേക്ക് ഭക്ഷണപ്പൊതികൾ എത്തിക്കുന്ന തരത്തിലേക്ക് അവരുടെ ഒരു പ്രവർത്തന മേഖല, അത് ജനങ്ങൾക്ക് കൂടുതൽ അല്ലെങ്കിൽ ജനങ്ങളുമായി കൂടുതൽ ഇടപഴകുന്നതിന് സാധിച്ചു. അല്ലെങ്കിൽ ആ ഭക്ഷണപ്പൊതി കാത്തിരിക്കുന്ന ഒരു പറ്റം ആൾക്കാരുണ്ട് അവിടെ. അവരുടെ കണ്ണിലെ പ്രതീക്ഷയും അല്ലെങ്കിൽ അവരുടെ ചില അവരുടെ വിശപ്പും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് DYFI-ക്കാർ ആ ഒരു പ്രവർത്തന മേഖലയിലേക്ക് പോയി. അതിനുശേഷം അതേസമയം യൂത്ത് കോൺഗ്രസ് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ നാട്ടിൽ? DYFI-ക്ക് എടുത്തു പറയാൻ അതെങ്കിലും ഉണ്ട് എന്ന് നമുക്ക് ചിന്തിക്കാം. എന്നാൽ UDF-നെ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതുപോലുമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. എന്നാൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമായിരുന്നു, കുറച്ചുകൂടെ ക്രിയാത്മകമായി ചിന്തിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ കോൺഗ്രസിനോ യൂത്ത് കോൺഗ്രസിനോ കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിലൊരു പ്രവർത്തനം കാഴ്ചവെക്കുകയും അതിലൂടെയെങ്കിലും ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാനും സാധിച്ചേനെ. പക്ഷെ അത് കഴിഞ്ഞിട്ടില്ല. അതൊരു വലിയ പ്രശ്നമായി തന്നെ കോൺഗ്രസിനെ ഇങ്ങനെ എന്താ പറയുക ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നൊരു കാര്യം തന്നെയാണ് എന്നൊക്കെ പറയേണ്ടി വരും.
അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞു പോകുന്നു. അപ്പോൾ അങ്ങനെ DYFI അവരിലേക്ക് ജനങ്ങളിലേക്ക് എത്തിപ്പെടാൻ വേണ്ട എല്ലാ വഴികളും തുറന്നു വയ്ക്കുന്ന സമയത്ത് എല്ലാ വഴികളും അടയ്ക്കുകയാണ് ഇവിടെ യൂത്ത് കോൺഗ്രസ് ചെയ്തത്. നമുക്കറിയാം, ഒരു CPM നേതാവ്, അദ്ദേഹം ഈ പ്രളയവുമായി ബന്ധപ്പെട്ട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഇടപഴകിക്കൊണ്ടിരുന്ന ആൾ, അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഓട്ടോറിക്ഷയ്ക്ക് കൊടുക്കാൻ വാടകയില്ലാത്തത് കൊണ്ട് അടുത്ത ഒരാളുടെ കയ്യിൽ നിന്നും പണം വാങ്ങിയപ്പോൾ അത് കൈക്കൂലി പോലെ വാങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ അദ്ദേഹത്തെ ക്രൂശിച്ച ഇവിടുത്തെ മാധ്യമങ്ങളുണ്ടായിരുന്നു. ആരാണെന്ന് നമുക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനെ ഒരു പാവപ്പെട്ട മനുഷ്യൻ, അദ്ദേഹം ആ ജനങ്ങൾക്ക് വേണ്ടി അവരുടെ ആ റെസ്ക്യൂ സെൻ്ററിലേക്ക് വേണ്ട സാധന സാമഗ്രികളുമായി എത്തിയതാണ്. ആ സമയത്ത് കൊടുക്കാനൊരു 10 രൂപ കയ്യിലില്ലാത്തതുകൊണ്ട് അദ്ദേഹം അടുത്ത് നിന്ന് വാങ്ങി. അപ്പോഴെന്ത്, ജനങ്ങളിൽ നിന്ന് പിടിച്ചു പറിക്കുന്നു എന്ന തരത്തിൽ വാർത്തകൾ കൊടുത്തു. പക്ഷേ നമ്മൾ കാണാതെ പോയൊരു കാര്യമുണ്ട്, അദ്ദേഹത്തിൻ്റെ എല്ലാ പൈസ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഇതിനു വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളതാണ്. ഇവിടെ പലയിടങ്ങളിലും പിന്നെ നമ്മുടെ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ പഴകിയ ഭക്ഷണ സാധനങ്ങൾ വിതരണം ചെയ്തു എന്ന് പറയുന്നതിലൂടെ വലിയ വിവാദമുണ്ടാക്കി. പക്ഷേ സർക്കാർ വിതരണം ചെയ്തതിലാണ് പ്രശ്നമുണ്ടാക്കി. അത് മന്ത്രി കെ രാജന് തുറന്നു പറയേണ്ടി വന്നു, എടുത്ത് കാണിക്കേണ്ടി വന്നു. ഇത് ഞങ്ങൾ കൊടുത്തതല്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് തുറന്നു കാണിക്കേണ്ട അവസ്ഥ വരെ നമ്മുടെ മന്ത്രിക്ക് ഉണ്ടായി. അപ്പോഴും ഇങ്ങനെയുള്ള ഈ പറയുന്ന ക്രൂക്കഡായിട്ടുള്ള ഈ ജനങ്ങളിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മാത്രമേ UDFനെ നമ്മൾ ആ മേഖലകളിൽ കണ്ടിട്ടുള്ളൂ. അതൊരു യാഥാർത്ഥ്യമായ കാര്യമാണ്. അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിനെ നമ്മളവിടെ കണ്ടിട്ടുള്ളൂ എന്ന് പറയാം. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വയനാട് പുനരധിവാസം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെയൊരു നടപടിയിലേക്ക് പോകുന്നു. പുനരധിവാസം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചു. സംസ്ഥാന സർക്കാർ ഏകദേശം 400ഓളം കുടുംബങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കുന്നു. ആ വീട് വെച്ച് കൊടുക്കുന്നത് അതിൻ്റെ ഓരോ സ്ഥലവുമായി ബന്ധപ്പെട്ടുണ്ടായ നിയമപ്രശ്നങ്ങളെല്ലാം തീർക്കുന്നതിന് വേണ്ടിയിട്ട് കോടിക്കണക്കിന് രൂപ അവിടെ കെട്ടിവെച്ചുകൊണ്ടാണ് ഈ ടൗൺഷിപ്പ് എന്ന് പറയുന്ന വലിയൊരു രൂപരേഖ തയ്യാറാക്കിക്കൊണ്ട്. ഒരു ടൗൺഷിപ്പ് രൂപകൽപ്പന ചെയ്യുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. അവിടെ ഒരു ടൗണിന് വേണ്ട എല്ലാവിധ കാര്യങ്ങളും അവിടെ ആവശ്യമുണ്ട്. എന്തിനേറെ പറയാൻ, അവിടെ ഓഫീസ് സമുച്ചയങ്ങൾ വേണം, ആശുപത്രി കെട്ടിടങ്ങൾ വേണം, അതോടൊപ്പം തന്നെ ഈ ചില സ്കൂളുകൾ, അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ടാണ് എപ്പോഴും ഒരു ടൗൺഷിപ്പ് രൂപകൽപ്പന ചെയ്യുന്നത്. അത് വെറുതെ ഞങ്ങൾ ടൗൺഷിപ്പ് ഉണ്ടാക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ഒരു പദ്ധതി പറയുകയും നാളെ പോയി അതിന് തറക്കല്ലിടുകയും ചെയ്യുന്ന കാര്യം നടപ്പില്ല. അതിന് കൃത്യമായൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാവണം. എന്നാൽ ആ സമയത്ത് പോലും ഈ യൂത്ത് കോൺഗ്രസ്സുകാർ എന്താ ചെയ്ത്, ഈ ജനങ്ങളെ ചൂഷണം ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഭരണത്തിലില്ലാത്തതിൻ്റെ ഏകദേശം 7-8 വർഷങ്ങൾ കടന്നു പോകുന്നു. ആ 8 വർഷത്തിനിടയിൽ പോലും പാഠം പഠിക്കാതെ നിന്നുകൊണ്ട് ജനങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് കൊള്ളയടിക്കുന്നു. അതാണ് ശരിക്കും യൂത്ത് കോൺഗ്രസ് ചെയ്തത്. ഇപ്പോൾ അവരുടെ കോമഡി എന്ന് പറഞ്ഞാൽ അതൊക്കെയാണ് മുട്ടൻ കോമഡി. അതായത് അവരോട് ഇപ്പോൾ ചോദിക്കുകയാണ്, അവരോട് ചോദിച്ച് OJ ജനീഷ്, അതായത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന രാഹുൽ മാങ്കൂട്ടമാണ് പിരിവ് നടത്തിയിരുന്നത്. അപ്പോൾ എന്നിട്ട് രാഹുൽ മാങ്കൂട്ടം രാജിവെക്കുന്നു, പെണ്ണ് കേസിൽപ്പെട്ട് ഒളിവിൽ പോകുന്നു, നാടൊട്ട് ഓട്ടമാണ്. എനിക്ക് നെഞ്ചുവേദന വരില്ല എന്നൊക്കെ പറഞ്ഞ ആളിന് ഇപ്പം നെഞ്ചുവേദനയോട് നെഞ്ചുവേദനയാണ്. പിന്നെ കർണാടക, തമിഴ്നാട് തുടങ്ങിയ മേഖലകളിലൂടെ ഇങ്ങനെ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പെണ്ണ് കേസാണ് കാര്യം. അപ്പോൾ OJ ജനീഷ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞ് അതിൽ ഡിലേ ഉണ്ടാവുന്നുണ്ട്, സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഡിലേ ആണെന്ന് പറയുന്നു. അല്ല OJ ജനീഷ്, സർക്കാർ എന്ത് ഡിലേ ആണ് വരുത്തിയത്? അതിനെക്കുറിച്ച് എന്തുകൊണ്ടാണ് പറയാത്തത്? സർക്കാർ നിയമക്കുരുക്കിലേക്ക് കൊണ്ട് എത്തിക്കുന്നു. സർക്കാർ എന്ത് തരം നിയമക്കുരുക്കിലേക്കാണ് പിന്നെ യൂത്ത് കോൺഗ്രസിനെ കൊണ്ട് തള്ളിയിട്ടത്? ഇത് വെറും ടെക്നിക്കലായിട്ടുള്ള പ്രശ്നങ്ങളാണ്. എന്നിട്ട് പറയുന്നത് ഞങ്ങൾ ഇവിടെ ടൗൺഷിപ്പാണ് രൂപകൽപ്പന ചെയ്യുന്നത്. ശരി, അങ്ങനെ നിങ്ങൾ ടൗൺഷിപ്പ് രൂപകൽപ്പന ചെയ്യുന്നുണ്ടെങ്കിൽ ആ ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു ബ്ലൂ പ്രിന്റ്, അപ്പോൾ കരടെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ? ഒരു വെറുതെ റഫായിട്ട് വെറുതെ നിങ്ങളുടെ മക്കളെ കൊണ്ടെങ്കിലും വെറുതെ പേപ്പറിനകത്ത് വരപ്പിച്ചാണ്ട് ഇതാണ് ഞങ്ങൾ വയനാട്ടിൽ ഉണ്ടാക്കാൻ പോകുന്ന ടൗൺഷിപ്പിൻ്റെ രേഖാചിത്രം എന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ ഒരു രൂപരേഖ നിങ്ങളുടെ കുട്ടികളെ കൊണ്ടെങ്കിലും വെറുതെയെങ്കിലും ഒരു സ്കെയിലും പെൻസിലും കൊടുത്ത് വരപ്പിച്ചിട്ടെങ്കിലും പുറത്ത് കാണിക്കാൻ നിങ്ങൾ തയ്യാറാണോ? അല്ല. അങ്ങനെ ഒരു രൂപരേഖ ടൗൺഷിപ്പ് നിങ്ങൾ ഉണ്ടാക്കും. അത് സർക്കാർ കൊടുക്കുന്ന വീടുകളേക്കാൾ മുൻപേ ആ ടൗൺഷിപ്പ് രൂപകൽപ്പന ചെയ്ത് അല്ലെങ്കിൽ ടൗൺഷിപ്പ് നടത്തും എന്നുള്ളതാണ് പറയുന്നത്. എന്നാൽ അങ്ങനെ നടത്താൻ വേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വെറുതെ ഒരു പേപ്പറും പെൻസിലും എടുത്തുകൊണ്ട് നിങ്ങൾ വരച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്ത് ധൈര്യത്തിലാണ് OJ ജനീഷ് പറയുന്നത് ഈ പറയുന്ന ടൗൺഷിപ്പ് നിങ്ങൾ ഉണ്ടാക്കും എന്ന്? ഇതിനേക്കാൾ രസം വേറൊരു കാര്യമുണ്ട്. 100 വീടുകൾ KPCC, 30 വീടുകൾ പിന്നെ ഈ പറയുന്ന യൂത്ത് കോൺഗ്രസും, 100 വീടുകൾ രാഹുൽ ഗാന്ധിയും, അങ്ങനെ മൊത്തം 230 വീടുകളാണ് ശരിക്കും കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് വയനാടുകാർക്ക് വെച്ചു കൊടുക്കുന്നത്. നിങ്ങൾ കോൺഗ്രസ്സിലെ പ്രിയങ്ക ഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചു വിട്ട ജനങ്ങൾ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. നിങ്ങളുടെ MP ആയിരുന്നു രാഹുൽ ഗാന്ധി. നിങ്ങൾ വീണ്ടും MP ആക്കിയതാണ് രാഹുൽ ഗാന്ധിയെ 2024. എന്നിട്ട് ആ രാഹുൽ ഗാന്ധി നിങ്ങൾക്ക് വേണ്ടി, വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി തരാമെന്ന് പറഞ്ഞിരുന്ന 100 വീടുകൾ എവിടെ എന്ന് നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? അത് ചോദിക്കേണ്ട ചോദ്യമല്ലേ?
അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി നിങ്ങൾ തരാമെന്ന് പറഞ്ഞു. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പെങ്ങളല്ലേ ഇപ്പോൾ അവിടെ MP, ആ പെങ്ങളോടെങ്കിലും വിളിച്ചിട്ട് അല്ലയോ പെങ്ങൾ, പിന്നെ പ്രിയങ്ക ഗാന്ധി നിങ്ങളുടെ ചേട്ടൻ ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ വീട് 100 വീട് എവിടെ എന്ന് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? നമ്മൾ ചോദിക്കേണ്ടതല്ലേ അത്? ശരിക്കും ആരും അതിനെക്കുറിച്ച് മിണ്ടുന്ന പോലും ഇല്ല. ആ രാഹുൽ ഗാന്ധി എന്ന വീട് വെച്ച് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. അതിൻ്റെ എന്തെങ്കിലും നടപടിക്രമങ്ങൾ പൂർത്തിയായോ? ഇല്ല. സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ടോ? ഇല്ല. സ്ഥലം ഏറ്റെടുക്കുന്നതിന് വേണ്ട എന്തെങ്കിലും നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോയിട്ടുണ്ടോ? ഇല്ല. ഇതുമായി ബന്ധപ്പെട്ട് ഫണ്ട് പിരിവ് നടത്തിയിട്ടുണ്ടോ? ഇല്ല. ഫണ്ട് പിരിവ് നടത്തിയിട്ടുണ്ട്, പണമില്ല. അതാണ് യാഥാർത്ഥ്യം. OJ ജനീഷ് പറഞ്ഞു വന്നപ്പോൾ OJ ജനീഷിൻ്റെ ആ പത്രസമ്മേളനം നമ്മൾ മൊത്തത്തിൽ കേൾക്കുമ്പോൾ KPCC വെച്ച് കൊടുത്ത KPCC പ്രഖ്യാപിച്ച വീടുകളില്ല. അതായത് KPCC പറഞ്ഞ 100 വീട് നടപ്പ് കാര്യമൊന്നുമല്ല. ഈ പറയുന്ന പിന്നെ യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ച 30 വീട്, അത് തന്നെ 130 വീടുകളായി. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതായത് KPCC വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ വീടും യൂത്ത് കോൺഗ്രസ് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ വീടും കൂടെ ചേർത്ത് 130. ഇനിയും പിന്നെ രാഹുൽ ഗാന്ധി വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു 100 വീടും കൂടി, മൊത്തം 230 വീടുകളാണ് ശരിക്കും കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി ഇവിടെ നടത്തിയിട്ടുള്ളത്. ആ പദ്ധതി ഇട്ടിട്ടുള്ളത്, അതായത് ജനങ്ങളോട് പുനരധിവാസ പദ്ധതി എന്നുള്ള നിലയിൽ ജനങ്ങളെ പറഞ്ഞ് കബളിപ്പിച്ചത് 230 വീടുകൾ. പിന്നെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു വന്നു കഴിഞ്ഞാൽ, ഈ പറയുന്ന വീടുകൾ എങ്ങനെ പൂർത്തീകരിക്കും എന്നുള്ള കാര്യം അത് പിന്നീട് വരുന്ന കാര്യമാണ്. എന്നാൽ പിന്നെ ഈ 230 വീടുകൾ എന്നുള്ളത് ഇപ്പോൾ നിലനിൽക്കുന്നത് 70-30 എന്ന് പറയുന്ന കണക്കിൽ 100 വീടുകളാണ്. കാര്യം മനസ്സിലായിട്ടില്ലായിരിക്കും. OJ ജനീഷ് പറയുന്ന അനുസരിച്ച് തന്നെ നമ്മൾ പരിശോധിച്ചാൽ ഈ പറയുന്ന യൂത്ത് കോൺഗ്രസിൻ്റെയും KPCCകളുടെയും വീടുകൾ ഉൾപ്പെടെ, അതായത് പിന്നെ ഞങ്ങൾ യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ച 30 വീടുകൾ ഇവിടെ കോൺഗ്രസിൻ്റെ KPCCയുടെ 100 വീടുകളിൽ ഉൾപ്പെടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ KPCC ഫലത്തിൽ വെച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് 70 വീടുകളും യൂത്ത് കോൺഗ്രസ് പറഞ്ഞിരിക്കുന്ന 30 വീടുകളും കൂടി ചേർത്ത് അങ്ങനെ മൊത്തം 100 വീടുകൾ മാത്രമാണ് വെച്ചു കൊടുക്കുന്നത്. ഫലത്തിൽ അവർ വാഗ്ദാനം നടത്തിയതിൻ്റെ 130 വീടുകളുടെ കുറവാണ് ശരിക്കും നമ്മൾ അവിടെ കാണുന്നത്. വെറും 130 വീടുകളുടെ കുറവ്. ഇനി ചില പ്രത്യേക കാര്യങ്ങൾ കൊണ്ട് ഈ ലിസ്റ്റിൽ നിന്ന് പുറത്തേക്ക് പോയ ആളുകൾ, എങ്ങനെയാണ് ആ ലിസ്റ്റിൽ നിന്ന് പുറത്തേക്ക് പോയ ആളുകൾ? അതായത് സർക്കാരിനോട് പറഞ്ഞു നിങ്ങൾ 15 ലക്ഷം രൂപ ഞങ്ങൾക്ക് തന്നാൽ മതി, ഞങ്ങൾ വേറെ വസ്തുവൊക്കെ മേടിച്ച് വീട് വെച്ചോളാം എന്ന് പറയുന്നു. അവരാണ് ഈ പ്രത്യേക സാഹചര്യത്തിൽ പുറത്തേക്ക് പോയി എന്ന് പറയുന്ന ആളുകൾ. മനസ്സിലായില്ലേ? അപ്പോൾ അതിനെയാണ് OJ ജനീഷ് പറയുന്നത്. അവർക്കൊക്കെ എന്നിട്ട് പിന്നെ വീടിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർ പറയുന്ന മറ്റൊരു കള്ളമുണ്ട്. അത് കള്ളമല്ല, ഒരു പ്രചരണം. അതായത് പിന്നെ ഞങ്ങൾ വീട് വെച്ചു കൊടുക്കുന്നില്ല എന്ന് ആരാണ് പറഞ്ഞത്? അങ്ങനെ ഞങ്ങൾക്കാർക്കും അഭിപ്രായമൊന്നുമില്ല. അപ്പം ഞങ്ങൾ ഇവിടെ സംഭാവന ചെയ്തിട്ടുണ്ട്, ഞങ്ങളടങ്ങുന്ന കോൺഗ്രസ്സുകാരടക്കമുള്ളവർ. അതായത് പിന്നെ ടി സിദ്ദിഖ് പറഞ്ഞൊരു കാര്യത്തിലേക്കാണ് വരുന്നത്. ടി സിദ്ദിഖ് പറഞ്ഞ് കേട്ടിട്ടായിരിക്കും ഒരുപക്ഷെ OJ ജനീഷ് പറയുന്നത്. ടി സിദ്ദിഖ് പറഞ്ഞ ഞങ്ങൾ MLA-മാരുടെ 1 മാസത്തെ ശമ്പളം ശരി അംഗീകരിക്കുന്നു, അപ്പോൾ അതുകൊണ്ട് CPM-ൻ്റെ വീടല്ല എന്ന് പറയുന്നു. ശരി, CPM-ൻ്റെ അല്ലല്ലോ വീട്, ഇത് CPM-ൻ്റെ അല്ല വീട്, ഇത് സംസ്ഥാന സർക്കാർ വെച്ചു കൊടുക്കുന്ന വീടാണ്, അല്ല CPM-ൻ്റെതല്ല. സർക്കാർ വെച്ചു കൊടുക്കുന്ന വീട്ടിലേക്ക് ഒരു 100 വീടുകൾ DYFI-യുടേതായി ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് സർക്കാർ വെച്ചു കൊടുക്കുന്ന 400 വീടുകളിൽ 100 വീടുകൾ DYFI-യുടേതാണ് എന്ന് വെച്ചാൽ പാർട്ടിയുടേതാണ്, അതായത് ഇടതുപക്ഷത്തിൻ്റെ യുവജന സംഘടനയുടേതാണ്. മനസ്സിലാക്കുക. അപ്പോഴും അത് 100 വീട് പാർട്ടിയുടെ എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലേക്ക് 100 വീടുകൾ മാറിക്കഴിഞ്ഞു. അപ്പോഴും അത് കോൺഗ്രസിൻ്റെ അപ്പം പറയുന്ന കർണാടക സർക്കാർ വീട് വെക്കാൻ കാശ് കൊടുത്തു, ഇവിടുത്തെ പിന്നെ MLA-മാരുടെ 1 മാസത്തെ ശമ്പളം കൊടുത്തു. ശരിയാണ്, വെറും 40-49 MLA-മാരുടെ പിന്നെ ശമ്പളം കൊടുത്തിട്ടുണ്ട്. ശരി തന്നെ, എല്ലാം അംഗീകരിക്കുന്നു. അതൊന്നും അംഗീകരിക്കാതിരിക്കുന്നില്ല. ആ ശമ്പളം എല്ലാം അതിനകത്ത് വന്ന് വീണിട്ടുണ്ട്. പിന്നെ മറ്റ് പിന്നെ സന്നദ്ധ സംഘടനകളെ വീട് വയ്ക്കാൻ സംസ്ഥാന സർക്കാർ അനുവദിക്കുന്നില്ല എന്നാണ് പറയുന്നത്. എന്നാൽ അല്ല, അത് പച്ചക്കള്ളമാണ്, പച്ച നുണയാണ് ആ പറയുന്നത്. സർക്കാർ അനുവദിക്കുന്നില്ലേ? നിങ്ങൾ ഈ പറയുന്ന പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സവാദങ്ങൾ അവിടെ വീട് വെച്ചിട്ടുള്ള ഏതെങ്കിലും സംഘടനയ്ക്ക് പറയാനുണ്ടോ? എന്തിനേറെ പറയാം, മുസ്ലിം ലീഗിന് അവിടെ വസ്തു എടുത്തിട്ടുണ്ടായിരുന്നു. ആ വസ്തുവുമായി ബന്ധപ്പെട്ട് വിവാദമുണ്ടാക്കിയത് CPM-ഓ സർക്കാരോ ആയിരുന്നില്ല, അതൊരു തോട്ടഭൂമി ആയിരുന്നുവെന്നും അത് പിന്നീട് അവിടെ എങ്ങനെ വീട് വെക്കുമെന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തർക്കങ്ങൾ പരിഹരിക്കേണ്ടത് പിന്നെ ലീഗിൻ്റെ കടമയാണ്. അത് ലീഗ് അതിലുമായിട്ട് മുന്നോട്ട് പോയി. അല്ലാതെ ലീഗ് ഇവിടെ വീട് വെക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ കലക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല. സംസ്ഥാന സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്താ? ഏതെങ്കിലും സന്നദ്ധ സംഘടനകൾ അവിടെ വീട് വെക്കുന്നെങ്കിൽ വെച്ചോട്ടെ. എറണാകുളം ജമാഅത്ത് മുസ്ലിം ജമാഅത്ത് അവിടെ കൊണ്ടുവന്ന് വീട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീടിന് എന്തെങ്കിലും തരത്തിൽ തടസ്സവാദം സംസ്ഥാന സർക്കാർ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല.
പിന്നെ സംസ്ഥാന സർക്കാർ ഞങ്ങളെ വീട് വെക്കാൻ അനുവദിക്കുന്നില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. സർക്കാർ ഏതെങ്കിലും ഭൂമിയിൽ സർക്കാർ ഏതെങ്കിലും തരത്തിലുള്ള നിയമക്കുരുക്കിലേക്ക് ഈ യൂത്ത് കോൺഗ്രസിനെ കൊണ്ട് വിട്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്താണ് അങ്ങനെ കള്ളം പറയുന്നത്? ആരെ പറ്റിക്കാനാണ് ഈ ഒ ജെ ജനീഷും ടി സിദ്ദീഖും ഒക്കെ കള്ളം പറയുന്നത്? ശരിക്കും ലിസ്റ്റ് ഉണ്ടാക്കേണ്ടത് ആരായിരുന്നു? ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് ഉണ്ടാക്കേണ്ടത് വയനാട്ടിലുള്ള കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ അവിടുത്തെ MLA-മാരുടെ ഉത്തരവാദിത്തമല്ലായിരുന്നോ? ആ ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നവരുടെ ഉത്തരവാദിത്തമല്ലായിരുന്നോ? അപ്പോൾ ലിസ്റ്റ് ഉണ്ടാക്കി നിങ്ങൾ ആരെയാണ് ഏൽപ്പിക്കേണ്ടത്? സംസ്ഥാന സർക്കാരിനെയല്ലേ ഏൽപ്പിക്കേണ്ടത്? അതല്ലേ ഫെഡറലിസം എന്ന് പറയുന്നൊരു കാര്യം. അതാണല്ലോ ജനാധിപത്യപരമായുള്ള ഒരു പ്രോട്ടോക്കോളല്ലേ. അപ്പം എവിടെയാണ് വീഴ്ച പറ്റിയത്? ആർക്കാണ് വീഴ്ച പറ്റിയത്? എന്തുകൊണ്ടാണ് അവിടെ സ്ഥലം കണ്ടെത്താൻ ഇതുവരെ കോൺഗ്രസിന് കഴിയാതെ പോയത്? ഇനി ഇപ്പോൾ ടൗൺഷിപ്പ് ഞങ്ങൾ നടത്തുമെന്ന് പറയുന്ന ഏറ്റവും വലിയ വിഡ്ഢിത്തം നമ്മൾ ആരെങ്കിലും വിശ്വസിക്കണമെന്നുണ്ടോ? വിശ്വസിക്കാൻ കഴിയില്ല. ഒരു ടൗൺഷിപ്പിനെ കുറിച്ചുള്ള പ്രോസസ്സ് നമ്മൾ പറഞ്ഞു. അങ്ങനെ ഒരു ടൗൺഷിപ്പിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല. പോട്ടെ, നിങ്ങൾ വെക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വീടിൻ്റെ മാതൃകാ വീട് കാണിച്ചു തന്നാൽ പോരെ? അടിമാലിയിൽ പിന്നെ മറിയക്കുട്ടിച്ചേട്ടത്തിക്ക് വെച്ചു കൊടുത്ത വീട് ഞങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇതാണ് ഞങ്ങൾ വയനാട്ടിൽ വെക്കാൻ പോകുന്ന മാതൃകാ വീടെന്ന് പറയരുത്. അത് പറയരുത്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും കാണിക്കും. കോൺഗ്രസ്സുകാരാണ്, വിശ്വസിക്കാൻ പറ്റില്ല. അവരതും ചിലപ്പോൾ ചെയ്തെന്നിരിക്കും. അപ്പം അങ്ങനെയുള്ള എന്തെങ്കിലും തരത്തിലുള്ള നടപടിക്രമങ്ങൾ ഇതുവരെ പാലിച്ചിട്ടുണ്ടോ? ഒരു അപ്ഡേറ്റ് ഇതാ, ജനങ്ങൾക്കൊരു അപ്ഡേഷനാണ് ആവശ്യം. നിങ്ങൾ ഇതുവരെ, അതായത് 130 വീട് അല്ലെങ്കിൽ 100 വീടുകൾ, യൂത്ത് കോൺഗ്രസും കോൺഗ്രസും കൂടെ ചേർന്ന് 100 വീടുകൾ, അങ്ങനെയാണെങ്കിൽ ആ 100 വീടുകൾക്ക് വേണ്ടി പിരിച്ച ഫണ്ട് ഞങ്ങളുടെ കയ്യിൽ ഇത്രയും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നെടുത്ത് കാണിക്കാനുണ്ടോ? അതുമില്ല. അപ്പം വേണ്ടത് എന്താണ്? ഈ പറയുന്ന കേട്ട് നമുക്ക് മനസ്സിലാവും ഫണ്ടില്ല. ഫണ്ട് എവിടെ പോയി എന്നൊരു ചോദ്യം പിന്നീട് വരും. ഫണ്ട് ഉണ്ട് എന്ന് തൽക്കാലം പറഞ്ഞ് രക്ഷപ്പെടുന്നുണ്ടെങ്കിലും ആദ്യം നിങ്ങൾ കാണിക്കേണ്ടത്, ജനങ്ങളെ കാണിക്കേണ്ടത് ഫണ്ട് എവിടെ? ആ ഫണ്ട് ആദ്യം ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കണം. 2, എവിടെയാണ് വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നത്? അതായത് വീട് വെക്കാൻ കോൺഗ്രസ് മേടിച്ചിട്ടിരിക്കുന്ന പ്രോപ്പർട്ടി കാണിച്ചാൽ മതി. ഇതാണ് ഞങ്ങൾ വാങ്ങിച്ചിട്ടിരിക്കുന്ന പ്രോപ്പർട്ടി, അതിന് ഞങ്ങൾ മുടക്കിയ തുക ഇത്രയാണ് എന്ന് കാണിച്ചാൽ മതി. അത് കാണിക്കണം. 3, എവിടെ ആർക്കൊക്കെയാണ് ഗുണഭോക്താക്കളുടെ പേരുവിവരങ്ങൾ പുറത്തുവിടേണ്ട, എന്നിരുന്നാൽ തന്നെയും ഗുണഭോക്താക്കളുടെ എണ്ണം പുറത്തുവിടണം. എന്നിട്ട് വീടിൻ്റെ പ്ലാൻ, സ്കെച്ചും പ്ലാനും കാണിക്കണം. ഇത് ജനങ്ങൾ അറിയേണ്ട കാര്യമാണെന്നേ. കാര്യം അവിടെ കോൺഗ്രസ്സുകാരല്ല താമസിക്കാൻ പോകുന്നത്, വയനാട്ടിലെ സാധാരണപ്പെട്ട ആൾക്കാരാണ് അവിടെ താമസിക്കാൻ പോകുന്നത്. അപ്പോൾ ആ വീടിൻ്റെ വലിപ്പം, വ്യാപ്തി, അതിനുപയോഗിക്കാൻ പോകുന്ന മെറ്റീരിയലുകൾ, അതുമായി ബന്ധപ്പെട്ട എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റ് കാണിക്കണം. അതിൻ്റെ ഒരു സ്കെച്ച് ജനങ്ങളെ കാണിക്കണം. അല്ലെങ്കിൽ ടൗൺഷിപ്പാണ് രൂപകൽപ്പന ചെയ്യുന്നതെങ്കിൽ ടൗൺഷിപ്പിൻ്റെ ഇത് കാണിക്കണം. അതിന് വേണ്ട പിന്നെ കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ സാങ്ഷൻസ് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും കാണിച്ച് ജനങ്ങളെ ഈ പറയുന്ന 3-4 മാസക്കാലം കൊണ്ട് കൃത്യമായി കാണിച്ച് ബോധ്യപ്പെടുത്തിയാൽ മാത്രമേ പൊതുജനം ഇത് വിശ്വസിക്കത്തുള്ളൂ. അല്ലാതെ ഈ ബ്ലണ്ടർ ഒന്നും ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. പിന്നെ ഇങ്ങനെ പറഞ്ഞ് നിങ്ങൾ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കാം. പക്ഷേ ജനങ്ങൾക്ക് കാര്യം അറിയാവുന്നേ. ഈ പറഞ്ഞ കോടിക്കണക്കിന് രൂപ പിരിച്ചിട്ട് എവിടെ പോയി? പുട്ടടിച്ച് തീർത്തില്ലേ? ആ പണം പോയ വഴി നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ലേ? പൊതുജനത്തിന് മനസ്സിലായി ആ പണം എവിടേക്കാണ് പോയെന്ന്. ഈ പറയുന്ന അവിടുത്തെ നമ്മുടെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന ആൾക്ക് ബാംഗ്ലൂർ പോകാനും ഹൈദരാബാദ് പോകാനും ഡൽഹി പോകാനും ബോംബെ പോകാനും ഈ സ്ത്രീകളുമായി കറങ്ങാനും വേണ്ടിയിട്ട് ആ പണം ഉപയോഗിച്ചു എന്ന് ജനങ്ങൾ തെറ്റിദ്ധരിക്കും, അല്ലെങ്കിൽ വിചാരിക്കും. അങ്ങനെ വിചാരിക്കുമ്പോൾ അതിനെ തള്ളിപ്പറയാനും പറ്റില്ല, തള്ളിക്കളയാനും പറ്റില്ല. കാര്യം എന്താ? അതാണ് ജനം കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. അപ്പോൾ ഇതിനെയൊക്കെ മറികടക്കാൻ കഴിയുന്ന തരത്തിൽ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രമേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു അധികാര കസേരയിലേക്ക് എത്തുക എന്നുള്ള ഒരു വലിയ ടാസ്ക് ഉണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ കഴിഞ്ഞൊരു വീഡിയോ ഞാൻ പറഞ്ഞ പോലെ ഉമ്മൻചാണ്ടി സർക്കാരായിരിക്കും കോൺഗ്രസിലെ ഏറ്റവും അവസാനത്തെ, അല്ലെങ്കിൽ ഈ കേരളത്തിലെ ഏറ്റവും അവസാനത്തെ കോൺഗ്രസ് സർക്കാർ എന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.